ഉള്ളു തുറന്ന് ചിരിക്കാനായിട്ട് നല്ല ഹൊറർ കോമഡി മൂവി കാത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാണ് ഒരു ഓപ്ഷൻ. പ്രകമ്പനം മൂവി. ചെറിയ താരനിര തന്നെയല്ല, അത്യാവശ്യം നല്ല രീതിയിലുള്ള താരനിര തന്നെ കൊണ്ട് നല്ല ഗംഭീരമായിട്ട് എടുത്തിട്ടുള്ളൊരു പടമാണിത്. ഒറ്റ ലൈനിൽ തീർക്കാനുള്ള ഒരു കഥയാണ്. പക്ഷേ ആ കഥേനെ അവർ മേക്ക് ചെയ്തിരിക്കുന്ന രീതി ഇറ്റ്സ് വെരി ലൈക്ക് കോമഡി ആൻഡ് എൻ്റർടൈനർ തന്നെയാണ്. ഈ കണ്ണൂരിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ള നടക്കുന്ന ഒരു കോമഡിയും അതുപോലെ തന്നെ കൊച്ചിയിലെ കോളേജിൽ നടക്കുന്ന ഒരു കോമഡി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറി പ്ലോട്ടിലൂടെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലുള്ള മെയിൻ കഥാപാത്രങ്ങളെ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് സ്ഥിര പരിചയമുള്ള അല്ലെങ്കിൽ നമുക്ക് ചിരപരിചയമുള്ള നമ്മുടെ ഗണപതിയുണ്ട്, പിന്നെ സാഗർ സൂര്യയുണ്ട്, മല്ലിക സുകുമാരനുണ്ട്, പിന്നെ നമ്മൾ റീലിലൊക്കെ കണ്ടിട്ടുള്ള നമ്മുടെ അമീൻ എന്ന് പറഞ്ഞ ക്യാരക്ടറുണ്ട്. എന്നാൽ താൻ കേസ് കൊടുക്കുന്ന സിനിമയിലെ നമ്മുടെ ജഡ്ജിയില്ലേ പി കുഞ്ഞികൃഷ്ണൻ, അദ്ദേഹമുണ്ട്. പിന്നെ നമ്മുടെ രാജേഷ് മാധവനുണ്ട്. ഇവർ മാത്രം ഉൾപ്പെടുന്നതല്ല, ഇതിന് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരുപാട് മനുഷ്യരെ ഉൾപ്പെടുത്തിയിട്ടുള്ള, പിന്നെ ശീതൾ ജോസഫാണ് ഇതിനകത്ത് നായികയായിട്ട് വന്നിട്ടുള്ളത്. ഇതിൽ കൂടി ചേർന്നാൽ ഉണ്ടാകുന്ന ഒരു കോംബോ ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ടും ഒരു എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് ഒരു രീതിയിലും സൂചന തരാത്ത രീതിയിലുള്ള ഒരു കഥയുടെ പോക്കാണ് ഇതിനകത്തുള്ളത്. ഇതിൻ്റെ പോസിറ്റീവ് സൈഡിനെ പറ്റി പറയുകയാണെങ്കിൽ VFX ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും പക്ഷെ നമുക്കങ്ങനെ പെട്ടെന്ന് തോന്നില്ല. ഒരു രീതിയിലും മുഴച്ചു നിൽക്കാത്ത VFX ആണ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ മാത്രമല്ല ഇവർ തിരഞ്ഞെടുക്കുന്ന ക്യാമറ ആംഗിളൊക്കെ പോകുന്നത് അതൊക്കെ കറക്റ്റ് കഥയ്ക്ക് സ്യൂട്ടബിൾ ആണ്. പിന്നെ അതിൻ്റെ ലൈറ്റിങ്, അതിൻ്റെ കളർ തീം തന്നെ ഒന്നും പറയാതെ രക്ഷയില്ല. പിന്നെ BGM അതും നല്ല സ്യൂട്ടബിളായിട്ട് ഒരു രീതിയിലും. ഇപ്പം നമ്മൾ ഒരു സിനിമ കാണുന്നുണ്ടെങ്കിൽ അതിൽ ചേർത്തിരിക്കുന്ന ചില എലമെൻറ്റ്സ്, പ്രത്യേകിച്ച് പ്ലോട്ടിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ VFXൻ്റെ കാര്യമാണെങ്കിലും ചിലപ്പോൾ മുഴച്ചു നിൽക്കാറുണ്ട്. പക്ഷെ അങ്ങനെ മുഴച്ചു നിൽക്കലുകളൊന്നുമില്ലാതെ ഒരു എല്ലാം ചേർന്നിട്ട് ഒരു ഭംഗിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. രസമൊന്നും ചോർന്നു പോകാത്ത രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറയാം. ഏത് സിനിമ കാണാൻ പോകുമ്പോഴും നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് ഇരുന്ന് സിനിമ കാണുന്നതെന്നുള്ളൊരു ചിന്ത പല ആളുകൾക്കും ഇല്ലായിരുന്നു. സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫുൾ ഫ്ലാഷ് ഓൺ ആക്കിക്കൊണ്ട് സിനിമ കാണാൻ വേണ്ടിയിട്ട് കാണാനിരിക്കുന്നവരെ ശല്യപ്പെടുത്തുന്ന കുറേ ആൾക്കാർ, ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നവർ. അത് മാത്രമല്ല അതിൻ്റെ ഇടയ്ക്ക് ഫുൾ ബ്രൈറ്റ്നെസ് ഇട്ടിട്ട് ഒരു ചേച്ചി ഇരുന്നിട്ട് സിനിമയുടെ ഇടയ്ക്കിരുന്ന് ഫുൾ ബ്രൈറ്റ്നെസ് ഇട്ട് ലൈറ്റ് തെളിച്ച് ശല്യപ്പെടുത്തുന്നത്. ഞാൻ ചേച്ചിയോട് പലതവണ പറഞ്ഞു ചേച്ചി ലൈറ്റ് ഒന്ന് ഓഫ് ആക്കാൻ, പക്ഷെ ഒരു രക്ഷയില്ല. പക്ഷേ ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിനിമ കാണാൻ പോകുമ്പോൾ നിങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് സിനിമ കാണുന്നതെന്നും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിലാക്കരുതെന്നും ഒന്ന് ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം എല്ലാവരും കാശ് കൊടുത്തിട്ടാണ് സിനിമ കാണാൻ പോകുന്നത്. പിന്നെ നമുക്ക് സിനിമയുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് രാജേഷ് മാധവൻ്റെ ഒരു ക്യാരക്ടറും പി കുഞ്ഞികൃഷ്ണൻ്റെ ഒരു ക്യാരക്ടറും നമുക്ക് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ ഒരു രീതിയിലേക്ക് അവർ വരും എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഞാൻ മിസ് ചെയ്തതല്ല, പറയാതിരുന്നത് തന്നെയാണ് സാഗർ സൂര്യയുടെ ഒരു ക്യാരക്ടറും മല്ലിക സുകുമാരൻ്റെ ഡബ്ബിങ്ങും. ഇത് തന്നെയാണ് ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു എലമെൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ പ്രകമ്പനം സിനിമയില്ല. പ്രകമ്പനം കൊള്ളിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ കോളേജ് ക്യാമ്പസുകളെല്ലാം ലഹരികളുടെ ഇടം തന്നെയാണ് എന്നുള്ളത് ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ കലാഭവൻ നവാസിൻ്റെ അവസാന ചിത്രവുമാണ്. പിന്നെ നമ്മുടെ അസീസും അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു ക്യാരക്ടർ നല്ല ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ എന്തായാലും പോയി കാണുക. ദിസ് ഈസ് എ വെരി ഗുഡ് കോമഡി ആൻഡ് ഹൊറർ മൂവി തന്നെ.